പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഒക്ടോബർ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു, പക്ഷേ നാം ഈ ലോകത്തിൻ്റെതല്ല. ഇവിടുത്തെ വിലകൾ, ചിന്തകൾ, ലക്ഷ്യങ്ങൾ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വിശ്വാസിയായ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ ഒരു ഉറച്ച തിരിച്ചറിവുണ്ട്. അതാണ് ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്. എൻ്റെ പൗരത്വം ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ഇതൊരാശയമല്ല, ഒരു ജീവിത വാസ്തവമാണ്. നാം യാത്രികനാണ്, പക്ഷെ ലക്ഷ്യമുള്ള ഒരു യാത്ര നാം നടത്തുന്നു. നമ്മുടെ ലക്ഷ്യമാകട്ടെ യേശുക്രിസ്തുവിന്റെ രാജ്യം, സ്വർഗരാജ്യം. പൗലോസ് അപ്പോസ്തലൻ ഇതെഴുതുമ്പോൾ റോമ പൗരത്വമുള്ളവനായിരുന്നു. അത് അന്നത്തെ വലിയ ബഹുമാനമായിരുന്നു. പക്ഷെ അവൻ പറയുന്നു, എൻ്റെ യഥാർത്ഥ പൗരത്വം ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. നമ്മുടെ ഭൂമിയിലെ ജീവിതം ഒരു യാത്രാ മാർഗം മാത്രമെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ഭൂമിയിലെ ജീവിതം ഒരു താൽക്കാലിക ക്യാമ്പ് മാത്രമാണ്. ഒരു യാത്രികൻ എന്നതുപോലെ നാം ഇന്ന് ഇവിടെയുണ്ട് താൽക്കാലികമായി. എന്നാൽ പലപ്പോഴും നാം ഇവിടെ തന്നെ സ്ഥിരതാമസം ഒരുക്കുന്നവരായിട്ടാണ് നമ്മുടെ മനോഭാവങ്ങൾ. യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൽ ഇരിക്കുന്നു, പക്ഷേ ലോകത്തിൻ്റെതല്ല. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കണം, എൻ്റെ ജീവിതം സ്വർഗീയമായ ലക്ഷ്യത്തിനായി തന്നെയാണോ, അതോ ഈ ലോകത്തിൻ്റെ താൽക്കാലിക കാര്യങ്ങൾക്കായാണോ ഞാൻ ഇന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം നമ്മെ വിളിക്കുന്നത് ഈ ലോകത്തെ പ്രിയപ്പെടാനല്ല, അതിനുപരി ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കാനായിട്ടാണ്. സ്വർഗരാജ്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. സ്വർഗീയ പൗരന്മാരായ നമുക്ക് ഒരു വ്യത്യസ്തമായ ജീവിത ശൈലി ഉണ്ടാകണം. ദൈവിക കൃപയിൽ ജീവിച്ച് ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ പ്രകടമാക്കി നാം ജീവിക്കേണ്ടതുണ്ട്. പൗലോസ്ലീഹ പറയുന്നു, നമ്മുടെ ജീവിതം യേശുവിനെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കട്ടെ. അത് വിനയം, സേവനം, വിശുദ്ധി, സ്നേഹം, വിശ്വാസം ഇവയാൽ നിറഞ്ഞതായി തീരണം. സ്വർഗീയ പൗരന്മാർക്കുള്ളതായ വിസ വിശ്വാസമാണ് എങ്കിൽ പാസ്പോർട്ട് ദൈവകൃപയാണ്. ആ യാത്രയുടെ ലക്ഷ്യസ്ഥാനം യേശുവിൻ്റെ സന്നിധിയാണ്. ഈ തിരിച്ചറിവ് നമ്മെ ഒരു പുനഃസമർപ്പണത്തിലേക്ക് നയിക്കേണ്ടതുണ്ട്. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നാം എന്ത് ലക്ഷ്യത്തിലാണ് ജീവിക്കുന്നത്? ഈ ലോകത്തിൻ്റെ പൗരനായാണോ അതോ സ്വർഗത്തിൻ്റെ പൗരനായാണോ? നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ മനസ്സ്, ചിന്ത, ജീവിത രീതി എല്ലാം സ്വർഗീയമാക്കണമേ. ഈ ലോകം എന്നെ പിടിച്ചിടാതെ ഇരിക്കട്ടെ. ഞാൻ നിന്റെ രാജ്യത്തിനായി ജീവിക്കട്ടെ. ഇത് തന്നെയാണ് യഥാർത്ഥ സമർപ്പണ ജീവിതം. യേശുവിനായി നമ്മെ വീണ്ടും പുനഃസമർപ്പിക്കാം. ഇതാണ് ഒരു സ്വർഗീയ പൗരന്റെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കേണ്ടത്. വേദഭാഗം നമ്മോട് പറയുന്നു, നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. നമുക്ക് ഈ ലോകത്തിൽ സ്വർഗീയ പൗരരായി ജീവിക്കാം. നാം ഭൂമിയിൽ ജനിച്ചവരാണ് എങ്കിലും സ്വർഗത്തിലേക്കുള്ളതായി യാത്രക്കാരാകയാൽ അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ബോൺ ഓൺ എർത്ത്, ബൗണ്ട് ഫോർ ഹെവൻ. ഭൂമിയിൽ ജനിച്ചവരാണെങ്കിലും സ്വർഗത്തിലേക്കുള്ളതായി യാത്രക്കാർ എന്ന ബോധ്യം നമ്മെ നയിക്കട്ടെ. ബോൺ ഓൺ എർത്ത്, ബൗണ്ട് ഫോർ ഹെവൻ. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ,
നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ സ്വർഗീയ പൗരന്മാരാക്കി വിളിച്ചതിനും നിന്റെ രാജ്യത്തിലേക്കുള്ള പ്രത്യാശ നൽകിയതിനും ഞങ്ങൾ നിന്നെ സ്തുതിക്കും. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുകയാണ്. വീണ്ടും നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നിന്റെ രാജ്യം ലക്ഷ്യമാക്കി തീരണമേ. സ്വർഗത്തിന്റെ പൗരന്മാരായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.